എന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചത്. അവളെ അനുസരിക്കുന്ന ഒരു ഭർത്താവിനെ അവൾ ആശിച്ചത്. പൊരുത്തപ്പെടാൻ എനിക്കാവുന്നില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളില. വിധിയാണ് കൈമളേട്ട, എല്ലാം വിധിയാ. വിധിയെ പഴിച്ചിട്ട് എന്താടാ കാര്യം? അതിനെ നേരിടുകയാണ് വേണ്ടത്. എങ്ങനെ എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും? തല്ലിയ മാറുമോ? ശാസിച്ചാ മാറുമോ? ഇല്ലല്ലോ. അത് സ്വയം തോന്നി സ്വയം മാറേണ്ടതല്ലേ? അതെ, സ്വയം തോന്നി മാറണം. പക്ഷേ അതിനുള്ള വഴി നീ ഒരുക്കണം. മനസ്സിലായില്ല. എടാ, പ്രതീക്ഷിക്കാത്ത ഐശ്വര്യവും സമ്പത്തും കൈവന്നപ്പോൾ അതിര് കിടന്ന് അഹങ്കരിച്ച പെൺകുട്ടിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിലെ നീ പഠിച്ചിട്ടില്ലേ മൂഷിയ സ്ത്രീ പിന്നെയും മൂഷിയ സ്ത്രീയായ കഥ? കൈമളേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതൊക്കെ പറയാം, അതിരിക്കട്ടെ. അമേരിക്കയിൽ നിന്ന് ആന്റി വരുന്നു എന്ന് കേട്ടല്ലോ, എന്നാ? അടുത്ത ആഴ്ച. പെട്ടിയൊക്കെ എടുത്തു വെക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. കൊള്ളാം. ജുവലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കണ മാതിരി ഉണ്ട്. വലിയ പണക്കാരിയാ നീ കെട്ടിയതല്ലേ? പെട്ടിയെല്ലാം എടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കൂ. രമ, ആ പെട്ടി എടുത്ത് അകത്ത് വയ്ക്ക്. അതിനെന്തിനാ രാമൻ? ശേഖരന്റെ കൈക്ക് വല്ല സ്വാധീനക്കുറവുണ്ട്. ഞാനെടുത്ത് വെക്കാം. ആ, കടുപ്പത്തിലൊരു കാപ്പി എടുക്കൂ. കല്യാണി, ഒരു കാപ്പി. എന്തിനാ ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ? നിനക്ക് പോയി എടുത്താലെന്താ? അതെ അതെ, നീ പോയി കാപ്പി എടു. ഈ AC എന്തിനാ 24 മണിക്കൂറും ഇങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കുന്നേ? ആവശ്യത്തിന് ഉപയോഗിച്ചാ പോരെ? ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറണ്ടേ കിട്ടുന്നില്ല. ഇവിടെ 6 മണിക്കൂർ നിയമപ്രകാരമുള്ള പവർ കിട്ടും, പിന്നെ ഒരു 6 മണിക്കൂർ അവർക്ക് തോന്നിയ പോലെയാ. കാപ്പി. കടുപ്പം തീരെ കുറവാ. ഈ പെണ്ണിന്റെ മോനെ തമ്മന്നിരിക്കുന്നേ, ഇത് ചിരിക്കില്ലേ? ചിരി വല്ലപ്പോഴേ ഉള്ളൂ. തായിയായ ഭാവം ഇതാ. ശേഖര, നീ പോയി കമ്പനിയിലെ എല്ലാ ഫയലുകളും എടുത്തോണ്ട് വാ. കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഏതായി സ്ത്രീ? എന്താ ഇവർക്ക് ഇത്ര അധികാരം? ഞാൻ പറഞ്ഞിട്ടില്ല, അമേരിക്കൻ ആന്റി. അവരുടെ പെരുമാറ്റം കണ്ട അമേരിക്കയിലെ രാജ്ഞിയാണെന്ന് തോന്നുമല്ലോ. അമേരിക്കയിലെ രാജ്ഞിയല്ല, പക്ഷെ നമ്മുടെ രാജ്ഞി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനിയുടെ ഓണറാ. ഓണറോ? അതെ. കമ്പനിയും ഈ വീടും മുറ്റത്ത് കിടക്കുന്ന കാറുകളും പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സർവ്വ സ്വത്തുക്കളുടെ ഉടമ അവരാണ്. അപ്പോ ശേഖരേട്ടന്റെ അല്ലേ? എന്റെയോ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ MD, പവർ ഓഫ് അട്ടോർണിയുടെ ബലത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ള മാനേജിംഗ് ഡയറക്ടർ. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചെന്നു? ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതല്ല എന്റെ സ്വന്തമാണെന്ന്? ഞാൻ വെറും MD. ആന്റിയെ ഭംഗിയായിട്ട് നോക്കണം. മൂക്കത്താ ശുണ്ടി. ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തോണ്ട് വരാം. അല്ലേ പിന്നെ അത് മതി. ഇവിടെ ആരും കാണാനില്ലല്ലോ. ആ, എന്താ നിന്റെ പേര് പറഞ്ഞത്? പ്രഭാവതി. കൊച്ചമ്മേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. കൊച്ചമ്മയോ? കൊള്ളാമല്ലോ. നിന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സമയമുണ്ട്? എല്ലാവരും ഒന്ന് വിളിക്കും, ഞാനോടൊന്ന് കാണട്ടെ. ഭാര്യയും ഭർത്താവിനെയും പരിചരിക്കാൻ 16 വേലക്കാര്. കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതുപോലെ 16 എണ്ണത്തിനെ പരിചരിക്കാൻ അവൾ ഒരുത്തി മതി. വേസ്റ്റ്, ക്രിമിനൽ വേസ്റ്റ്. ഇവരെയൊക്കെ തീറ്റിപ്പറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്നത് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ.
എല്ലാ കണക്കുകളും ഇതിലുണ്ടല്ലോ. ഉവ്വ്. നീ എന്തായി കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി ചെയ്യാണോ? ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. ആര്? ആന്റി. അയ്യോ, എങ്കിൽ വൃത്തിയായിട്ട് തുടച്ചോളൂ. അരുമൂലയൊക്കെ ചേർത്ത് വളരെ ശ്രദ്ധിച്ചു വേണം. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ശേഖര, ദാ വരുന്നേ. തുടച്ചോളൂ തുടച്ചോളൂ. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാ കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. ഏയ്, കുറച്ച് ഷോർട്ടേജ്. ഒരു 12 ലക്ഷം. അനാവശ്യമായി കാശ് കളയുമ്പോ ഓർക്കണം, എന്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ സ്ത്രീധനം, എന്തായിരുന്നു കാശ് ചെലവാക്കാൻ ഒരു ഉത്സാഹം. അതൊക്കെ എന്റെ സ്വന്തം കാശാ. ഇത്രയും കാലം എനിക്ക് കിട്ടിയ എന്റെ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്തത്. പണം ചെലവായതൊക്കെ നിന്റെ ആർഭാടത്തിന് വേണ്ടിയാ. നീ വാങ്ങിക്കുട്ടിയ സാരികൾക്കും ചെരുപ്പുകൾക്കും ആഭരണങ്ങൾക്കും അറിയോ? അത് ശരി. അപ്പൊ കമ്പനിയെ വെട്ടിച്ച് ഭാര്യ എണീച്ചൊരുക്കായിരുന്നല്ലേ? ഇങ്ങോട്ട് മാറിയില്ലടി. അഴിക്കടി ആഭരണങ്ങളൊക്കെ. എടി അഴിക്കാൻ. ഇനി എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. നീ എന്താ പതിവില്ലാതെ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന. ചേരേട്ടൻ എന്തേ? ചേരേട്ടാ. ആ ചേരേട്ടാ, എനിക്ക് ജോലി കിട്ടി. അഗ്രികൾച്ചർ ഫാമിൽ സൂപ്പർവൈസറായിട്ടാ. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. കൺഗ്രാചുലേഷൻസ്. ഇതാരാ? അനിയനാ. കൊള്ളാം. അനിയന് ജോലി കിട്ടിയപ്പോ അളിയന്റെ ജോലി പോയി. വർഷങ്ങളായി എന്റെ കമ്പനിയിലെ വിശ്വസ്ത സേവകരായിരുന്നു ശേഖരനും ഉമ്മന്റെ അച്ഛൻ മാധവനും. ശേഖരൻ പെണ്ണ് കെട്ടിയ ശേഷം ഭാര്യയുടെ ആർഭാടത്തിനായി ചെലവഴിച്ച തുക എത്രയാണെന്ന് അറിയാമോ? കണക്കിൽ 12 ലക്ഷം. കണക്കില്ലാതെ എത്രയാണെന്ന് ആർക്കറിയാം? ഇവര് പറയുന്നൊക്കെ സത്യമാണ്. കോടീശ്വരനായി അഭിനയിച്ചതിനേക്കാൾ ഒന്നുമില്ലാത്തവനാണെന്ന് പറയാമായിരുന്നില്ലേ? കോടിക്കണക്കിന് സ്വത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു കോടീശ്വരിയെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നില്ലേ? ഇനി ഇവിടെ ഒന്ന് സ്മാർട്ട് ആവണ്ട. എനിക്ക് ശേഖരൻകുട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. ബിസിനസ് അത് നിനക്കറിയാലോ. കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ ലീഗൽ ആക്ഷൻ എടുക്കും. ആന്റി, ഞാൻ ഒരു ആന്റി ഇല്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കണം.